ഹലോ ഗൈസ്, എല്ലാവർക്കും റാൻസ് ലേണിംഗ് പോർട്ടലിലെ സുവോളജി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എവല്യൂഷൻ ആണ്. എവല്യൂഷൻ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മക്കളെല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ ടോപ്പിക്സും മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ടുള്ള സ്കോറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എൻ അനലോഗസ് ഓർഗൻസ്. അല്ലെ, അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ അനലോഗസ് ഓർഗൻസ് ഫ്രം ദി ഗിവൺ എക്സാമ്പിൾസ്. അതായത് ഇവിടെ അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ദ ഓർഗൻസ് ഹാവിങ് സെയിം ഫങ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. അല്ലെ, ഡിഫറെന്റ് സ്ട്രക്ചറും പക്ഷെ സെയിം ഫങ്ഷനോട് കൂടിയിട്ടുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഹോമലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും. ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ, അനലോഗസ് ഓർഗൻസും അതുപോലെ തന്നെ ഹോമലോഗസ് ഓർഗൻസും. അതെന്താണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗൻസ് ഹാവിങ് സെയിം ഫംഗ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. അതായത് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിനും സെയിം ഫംഗ്ഷനോടും കൂടിയിട്ടുള്ള ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അനലോഗസ് ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫിനോമിനനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? അനലോഗി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? അനലോഗി എന്ന് വിളിക്കുന്നത്. അനലോഗി അല്ലെങ്കിൽ അനലോഗസ് ഓർഗൻസിന്റെ ആ ഒരു ഫിനോമിനൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അനലോഗി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്താന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഐഡന്റിഫൈ ദ അനലോഗസ് ഓർഗൻസ്. അനലോഗസ് ഓർഗൻസ് ഏതാണെന്ന് എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ അതിൽ ഏതാണ് അനലോഗസ് ഓർഗൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്? ഏതൊക്കെയാണ് നോക്കിക്കോ, ഏതൊക്കെയാണ് അതില് ഒന്നാമത്തെ ഐസ് ഓഫ് ഒക്ടോപസ് ആൻഡ് മാമൽസ്. അതെന്താണ്? അത് രണ്ടും സെയിം ഫംഗ്ഷൻ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ ഏതാണ്? അനലോഗസ് ഓർഗൻ ആണ്. അതുപോലെ വെർട്ടിബ്രേറ്റ് ഹാർട്സ് എന്ന് വിളിക്കുന്നത് അതേതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് ഹോമലോഗസ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്. ഇത് രണ്ടിന്റെയും ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെന്തിൽ പെട്ടതാണ്? എന്തിൽ പെട്ടതാണ്? ഇവർ പെട്ടുള്ളത് ഏതിലാണ്? അനലോഗസ് ഓർഗൻസിലാണ്. ഇനി ഫോർ ലിംസ് ഓഫ് ചീറ്റ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്ങിന്റെയും അതുപോലെ തന്നെ ചീറ്റയുടെയും ഫോർ ലിംസ് എന്തിൽ പെട്ടിട്ടുള്ളതാണ്? അത് നമ്മുടെ ഹോമലോഗസ് ഓർഗൻസിൽ പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അനലോഗസ് ഓർഗൻസിൽ നമ്മൾ പഠിക്കുന്നത് ഈ രണ്ട് സാധനങ്ങളാ. 1 and 3 ഓപ്ഷൻസ് ആണ് എന്തിൽ പെടുന്നത്? നമ്മുടെ അനലോഗസ് ഓർഗൻസിൽ പെടുന്നത് എന്ന് മക്കൾ എന്ത് ചെയ്യുക, ഇവിടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ 1 and 3 ആണ് ഇതിനുള്ള അനലോഗസ് ഓർഗൻസിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ള സാധനം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ ഹോമലോഗസ് ഓർഗൻസും ഇതുപോലെ ക്വസ്റ്റ്യൻ വരുന്ന സാധനമാണ് കേട്ടോ. ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഓർഗൻസ് ഹാവിങ് ഡിഫറെന്റ് ഫംഗ്ഷൻ ബട്ട് സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആണ്. സെയിം സ്ട്രക്ചറും ഒറിജിനും ആയിരിക്കും, പക്ഷെ അതിന്റെ ഡിഫറെന്റ് ആയിട്ട് കിടക്കുന്നത് എന്താണ്? അതിന്റെ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കണം കൃത്യമായിട്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് കിട്ടും ഫോർ ലിംസ് ഓഫ് ദി ചീറ്റ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ കൈ എന്തിനാ യൂസ് ചെയ്യുക? നമ്മുടെ ഫോർ ലിംബ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കാൻ അല്ലെങ്കിൽ അടിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എന്നാൽ ഫോർ ലിംസ് ഓഫ് ദി ചീറ്റ എന്തിനാണ് ഫോർ ലിംബ് യൂസ് ചെയ്യുന്നത്? അത് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബട്ട് ഡിഫറെന്റ് ഫംഗ്ഷൻ ആണ് വരുന്നത്, എന്നാൽ സെയിം സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ആണ് എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, അവിടെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ യൂസിങ് ദ ഗിവൺ ടേംസ് ഇൻ ബ്രാക്കറ്റ്സ് കംപ്ലീറ്റ് ദ ഫോളോവിങ് എവല്യൂഷണറി സ്റ്റേജസ് ഓഫ് മാനിന്റെ എവല്യൂഷണറി സ്റ്റേജസ്. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ വരെ പഠിച്ചു വരുന്ന സാധനമാണ്. ഇവിടെയും അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ അതിലെല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. ആദ്യത്തേത് ഡ്രയോപിത്തക്കസ് ആണ് അല്ലെ, രണ്ടാമത്തേത് രാമാപിത്തക്കസ് ആണ്, മൂന്നാമത്തേത് ഏതാണ്? മൂന്നാമത്തേതായിട്ട് വരുന്നത് ഹോമോ ഹബിലിസ് ആണ്. ഓസ്ട്രാലോപിത്തക്കസ് ആണ്. രാമാപിത്തക്കസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓസ്ട്രാലോപിത്തക്കസ് വരും. അപ്പൊ ഓസ്ട്രാലോപിത്തക്കസ് ആണ് മൂന്നാമതായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട സാധനം. ഇനി അടുത്തത് ബി ആയിട്ട് കൊടുക്കേണ്ട സാധനം ഏതാണ്? ഹോമോ ഹബിലിസ് ആണ്.
ഹോമോ ഹബിലിസ് എന്ന് പറയുന്ന സാധനമാണ് അല്ലെ, ഹോമോ ഹബിലിസ് ആണ്. നാലാമത്തത് സി ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്? സി എന്ന് പറയുന്നത് ഏതാണ്? ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസ് ആണ്. ഇറക്ടസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം നിയാൻഡർതാൽ മാൻ ആണ് അല്ലെ, ഹോമോ നിയാൻഡർതാലൻസിസ് എന്ന് വിളിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആളാണ് ആര്? ഡി ഓപ്ഷൻ. ഡി ഓപ്ഷൻ ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. ഹോമോ സാപ്പിയൻസ് ആണ് കേട്ടോ. ഹോമോ സാപ്പിയൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ABCD എന്നുള്ളത് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ആ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ ഒന്നാമത്തെ ഡ്രയോപിത്തകസ് ആണ്, രണ്ടാമത്തേത് രാമാപിത്തകസ് ആണ്, മൂന്നാമത്തേത് ഹോമോ ഓസ്ട്രാലോപിത്തകസ് ആണ്, അടുത്തത് ഏതാണ്? നമ്മുടെ ഹോമോ ഹബിലിസ് ആണ്, പിന്നെ ഹോമോ ഇറക്ടസ് ആണ്, പിന്നെ നിയാൻഡർതാൽ മാൻ ആണ്, പിന്നെ ആരാണ്? നമ്മുടെ ഹോമോ സാപ്പിയൻസ് ആണ്. നമ്മുടെ മോഡേൺ മാൻ എന്നറിയപ്പെടുന്ന ഹോമോ സാപ്പിയൻസ് ആണ് നമ്മൾ അതിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. അലീൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് ഈസ് കോൺസ്റ്റന്റ് ഫോർ ജനറേഷൻ ടു ജനറേഷൻ. അപ്പൊ ഇതിൽ ദ പ്രിൻസിപ്പിൾ ഏതാണ്? മെൻഷൻ ചെയ്ത പ്രിൻസിപ്പിൾ ഏതാണത്? ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം അല്ലെ, അതല്ലേ? ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പഠിക്കാനുള്ളത്. ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം. അപ്പൊ അതിൽ മെൻഷൻ എനി 4 factors those affect this principle. ഈ പ്രിൻസിപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന 4 എന്ത് പഠിക്കണം? 4 അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് പഠിക്കണം. 4 ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ്? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എന്ന് പറയുന്ന സാധനം, രണ്ടാമത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്ന സാധനം, മൂന്നാമത്തത് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്ന സാധനം, അതുപോലെ ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് വിളിക്കുന്ന സാധനം, അതുപോലെ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്ന സാധനം. നമ്മളിവിടെ 5 സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹാർഡി വെയിൻബെർഗ് ഇക്വിലിബ്രിയം നമ്മൾ പഠിക്കുന്നുണ്ട്. 5 എണ്ണം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം മക്കൾക്ക് നല്ലൊരു എക്സാം നിങ്ങൾക്ക് നല്ലൊരു എക്സാം ആയി മാറട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് NCERT പഠിച്ചാൽ മാത്രമേ, NCERT ഉള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലൊരു മാർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്താൻ എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ സജ്ജരായിരിക്കണം. ഓക്കെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ നാച്ചുറൽ സെലക്ഷൻ, ഇപ്പൊ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുപോയതുകൊണ്ടാണ്. അത് മാത്രം കണ്ടുപോയാൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. എന്നാൽ നല്ല മാർക്ക്, ഹൈ സ്കോർ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് NCERT കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ഫുൾ മാർക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മാച്ച് ദ ഫോളോയിങ്ങിലേക്ക് കിടക്കാണ്. അതിൽ നാച്ചുറൽ സെലക്ഷന്റെ പിതാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആരാണത്? അത് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ആളാണ് അല്ലെ. അപ്പൊ എന്തിലേക്ക് കണക്ട് ചെയ്യണം? 3യിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ഇൻഹെറിറ്റൻസ് ഓഫ് ദി അക്വയർഡ് ക്യാരക്ടേഴ്സ്, അതേതാണ്? എല്ലാവർക്കും അറിയാം, ലാമാർക്കിന്റെ തിയറിയാണ്. അപ്പൊ ലാമാർക്കിന്റെ തിയറി അപ്പൊ 4ലേക്ക് കണക്ട് ചെയ്യണം. ഇനി അടുത്തത് അനലോഗസ് ഓർഗൻസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ടേം ഇതിലുണ്ടോ? ഉണ്ട്. ഇതാ കൺവെർജന്റ് എവല്യൂഷൻ. ഏതാണ്? കൺവെർജന്റ് എവല്യൂഷൻ എന്ന് വിളിക്കുന്ന സാധനം. കൺവെർജന്റ് എവല്യൂഷൻ മക്കൾക്ക് അറിയാവുന്ന സാധനമാണ് അല്ലെ. അതായത് അനലോഗസ് ഓർഗൻസ് ഉണ്ടായിരിക്കുന്നത് ഏത് എവല്യൂഷൻ കാരണത്താലാണ്? കൺവെർജന്റ് എവല്യൂഷൻ കാരണത്താലാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ജീൻ ഫ്ലോ ബൈ ചാൻസ്, അത് നമുക്കറിയാം. ജീൻ ഫ്ലോ ബൈ ചാൻസ് അല്ലെ, അതേതാണ്? അത് നമ്മുടെ ജനറ്റിക് ഡ്രിഫ്റ്റ് ആണെന്നും മക്കൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പൊ ഡി എന്തിലേക്ക് കണക്ട് ചെയ്യണം? 2യിലേക്ക് കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ ടോപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം കണ്ടുപോകരുത്. ഇതുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്, ഈ നാച്ചുറൽ സെലക്ഷനെ കുറിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചിരിക്കണം. ഇൻഹെറിറ്റൻസ് ഓഫ് ദി അക്വയർഡ് ക്യാരക്ടേഴ്സ്, ലാമാർക്കിസം എന്ന് പറയുന്ന വലിയൊരു തിയറിനെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അനലോഗസ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ. അതുപോലെ ജീൻ ഫ്ലോ ബൈ ചാൻസിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മക്കൾ അവിടെ പഠിച്ചിരിക്കണം. ഇനി അടുത്തതായിട്ട് പറയുന്ന സാധനമാണ് ഗിവൺ ബിലോ ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ഓഫ്
ഓപ്പറേഷൻ ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓൺ ഡിഫറെന്റ് ട്രേറ്റ്സ് അല്ലെ. നാച്ചുറൽ സെലക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നു ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എ, ബി ആൻഡ് സി വിത്ത് എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച്. മൂന്നെണ്ണത്തിന്റെയും എക്സ്പ്ലനേഷനും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? അതിൽ ഒന്നാമത്തേതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കുന്ന സാധനം, അല്ലെങ്കിൽ നോർമലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് ഡയറക്ഷണൽ സെലക്ഷൻ, അതുപോലെ ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇങ്ങനെ 3 ടൈപ്പ് സെലക്ഷൻ, നാച്ചുറൽ സെലക്ഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്? മീൻ ക്യാരക്ടർ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെലക്ഷൻ ആണ് അല്ലെ. മീൻ ക്യാരക്ടർ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെലക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ള സെലക്ഷൻ നമ്മൾ ഏതാണ് പറയുന്നത്? ഡയറക്ഷണൽ ആണ് അല്ലെ. അതായത് അതിൽ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ ദ മെയിൻ ക്യാരക്ടർ. അതായത് മെയിൻ ക്യാരക്ടറിനെക്കാളും കൂടുതലായിട്ടുള്ള ക്യാരക്ടർ വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ഡയറക്ഷണൽ സെലക്ഷനിൽ കാണിക്കുന്നത്. അപ്പം മെയിൻ ക്യാരക്ടർ ആയിരിക്കില്ല കാണിക്കുന്നത്, അതിനേക്കാളും കൂടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് എന്തിൽ കാണിക്കുക? ഡയറക്ഷണൽ സെലക്ഷനിൽ കാണിക്കുക. ഇനി അതിൽ മൂന്നാമത്തതാണ് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്റപ്റ്റീവ് സെലക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് മക്കൾക്ക് അറിയാമോ? എന്താണ് ഡിസ്റപ്റ്റീവ് സെലക്ഷന്റെ പ്രത്യേകത? അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് മെയിൻ ക്യാരക്ടർ വാല്യൂന്റെ ബോത്ത് എൻഡ്സിലായിരിക്കും അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത്. അതായത് മെയിൻ ക്യാരക്ടർ വാല്യൂ സെലക്ട് ചെയ്യൂല, അതിന്റെ ബോത്ത് എൻഡിലുള്ള ക്യാരക്ടേഴ്സ് മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ സെലക്ഷന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഇതാണ് ഏത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ? സി ആണ് ഡിസ്റപ്റ്റീവ് സെലക്ഷന്. അതിൽ ഡയറക്ഷണൽ സെലക്ഷൻ ഏതാണ്? നമ്മുടെ ബി ആണ്. എ ഏതാണ്? നമ്മുടെ നോർമലൈസിങ് സെലക്ഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആണ് എന്ന് മക്കൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഈ ഗ്രാഫ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്, കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ അധികം കൂടുതലായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പം എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻസും ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംഭവങ്ങളും, എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾ അവിടെ പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ? റെഡി അല്ലേ മക്കളെ? അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഗുഡ് ബൈ.